ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കവേ. അതിനായിട്ട് ക്യാരറ്റും മാങ്ങയും ഞാൻ എടുത്തു, തൊലിയൊക്കെ കട്ട് ചെയ്തിട്ട് നീളത്തിലരിഞ്ഞ് അതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കുവാണ്. ഇനി ഇതിൻ്റെ ചേരുവകൾ നോക്കാം. മാങ്ങയും ക്യാരറ്റും നീളത്തിലരിഞ്ഞുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയും കറിവേപ്പിലയും, പച്ചമുളക്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, എരിവൊക്കെ എല്ലാവരുടെയും ആവശ്യത്തിന്. ഇനി നമുക്ക് കടായി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയിട്ട് കടുക് പൊട്ടിച്ചെടുക്കാവേ. ഉലുവായും കടുകും എല്ലാം പൊട്ടി ഇനി നമുക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചി ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഇട്ട് ജസ്റ്റ് വാടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് പച്ചമുളക് ഇടാം കേട്ടോ. പച്ചമുളക് കറിവേപ്പിലയും ഇടും. അങ്ങനെ ഇതെല്ലാം ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ക്യാരറ്റ് ചേർക്കാം. ക്യാരറ്റിന് ശകലം വേവുണ്ടല്ലോ, മാങ്ങയേക്കാളും കൂടുതലാണ്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമാണ് ഞാനിത് ചേർക്കുന്നത്. അങ്ങനെ അതും ചേർത്തു. ഇനി നമുക്ക് ചേർക്കേണ്ട ഇതിലേക്ക് മാങ്ങയാണ്. മാങ്ങയ്ക്കകത്ത് ഉപ്പൊക്കെ ഇട്ട് നമ്മൾ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ നോക്കിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ചേർത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കായം കൂടെ ചേർത്ത് കൊടുക്കാവേ. അങ്ങനെ കായം എല്ലാം ചേർത്തിങ്ങനെ നമുക്ക് ഇതിലേക്ക് വിനാഗിരി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവേ. വിനാഗിരി ചേർത്തിട്ട് കുറച്ചും കൂടി ഉപ്പ് കുറവുണ്ട്, ഇത്തിരി ഉപ്പും കൂടെ നമുക്ക് ചേർത്തിളക്കാം. അങ്ങനെ അച്ചാറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതൊരു ബോട്ടിലാക്കി വെക്കാം. ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്ന വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ. കുറേ നാളൊന്നും വെക്കാൻ വേണ്ടിയിട്ടല്ല, വേഗം തന്നെ യൂസ് ചെയ്യാമെന്നുള്ള രീതിയിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ പാവയ്ക്ക ചേർത്ത് ഈ 3 കൂടി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ്. അപ്പോൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.